ഇവിടെ എല്ലാം കിട്ടും. ഏതാ വേണമെങ്കിൽ പെണ്ണ കിട്ടും. ഒരു 500 രൂപ 400 രൂപ 300 രൂപയ്ക്ക് തന്നെ ആ പെണ്ണ കിട്ടും. പെണ്ണ അതോ കിട്ടും. പെണ്ണുങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതാ ಎಲ್ಲ ಆಸಾಮಿ ಉಂಡೆ, ಮಾರಿಯಲ್ಲ ಉಂಡೆ, ಬಂಗಾಲಿ ಉಂಡೆ, ಕೋಲ್ಕತ್ತಾ ಉಂಡೆ, ಎಲ್ಲ സ്ഥലത്തും ഉണ്ട്. മലയാളി ഉണ്ടെങ്കിൽ 1500, പിന്നെ ആസാമി ഉണ്ടെങ്കിൽ 1000 രൂപ, പിന്നെ കോൽക്കത്ത ആൾക്കാരും ഉണ്ട് 400 രൂപയ്ക്ക് 300 രൂപയ്ക്ക്. അത് കുറേ പേഴ്സൻ്റ് ആൾക്കാർ. ഡിമാൻഡ് കൂടുതൽ. മലയാളി അതിൻ്റെ ഡിമാൻഡ് കൂടുതൽ. എനിക്ക് പറയണ പേടിയില്ല, അതിനെ ഡയറക്റ്റായിട്ട് പറയും. മലയാളി അതിന് 2000 രൂപ 2500 മേടിക്കും. ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് ആളാ നല്ലത് അറിയാം. ഇതൊക്കെ എവിടെ സൂക്ഷിക്കുന്നത് ഈ ലഹരി മരുന്നുകളൊക്കെ? ഈ പെരുമ്പോൾ ഈ മാർക്കറ്റിൽ എല്ലാം കിട്ടും. കടമൊന്നുമില്ല. പെണ്ണ ഉണ്ടെങ്കിൽ പെണ്ണ ഇങ്ങോട്ട് വരും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും, എല്ലാ പെണ്ണ എവിടെ നടക്കും. കുറേ പെണ്ണ ഉണ്ടാവും. മലയാളി പെണ്ണ ഉണ്ടെങ്കിൽ അവിടെ റൂമിൽ പോകണം. അവരെന്താ ഈ പെട്ടെന്ന് പോലീസ് വെറുതെ വിടുന്നത്? അതാ എനിക്ക് അറിയാൻ വയ്യ. ആ പുള്ളിക്കാരെ എടുത്തുകൊണ്ട് പോകും, പിന്നെ കാണും. അതാ അവൻ പറയും, ആ ആൾക്കാർ പറയും 30,000 40,000 കൊടുക്കും. പിടിച്ച ആൾക്കാർ പറയും ഇതന്നെ 40,000 രൂപ കൊടുത്തിട്ട് വന്ന, 30,000 രൂപ കൊടുത്തിട്ട് വന്ന. അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. ഈ പോലീസും എക്സൈസും ഒക്കെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ 25,000-30,000 രൂപയൊക്കെ പൈസ കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങി വരുന്നതെന്നാണ് അയാളുടെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ ആവശ്യം പോലെ കിട്ടും. അത് മലയാളികളെ ഉൾപ്പെടെ കിട്ടും. മലയാളികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. 1500 രൂപയാണ് മലയാളികൾക്ക്. പിന്നീട് ഈ പറയുന്ന ആസാമീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 1000. പിന്നെ ഈ ബംഗാളിലെ പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് 300 രൂപയ്ക്ക് വരെ ഇവിടെ ആളുകളെ കിട്ടുമെന്ന്